ഏതോ ഒരു കുഞ്ഞിന്റെ സ്വപ്നം തന്നെയാ കമ്പിയപ്പോ അങ്ങനെ നിങ്ങൾക്ക് സ്നഗ്ഗി ഉണ്ട്, ആനയ്ക്ക് സ്നഗ്ഗി ഇല്ല. എന്താണ് വ്യത്യാസം? ഗുഗുവിന് സ്നഗ്ഗി ഉണ്ട്, ആനയ്ക്ക് സ്നഗ്ഗി ഇല്ല. അപ്പോൾ ആനയ്ക്ക് സ്നഗ്ഗി ഉണ്ടെങ്കിലോ? ഓ ചേട്ടാ പറഞ്ഞേ. ചേട്ടാ 12:30 ആയില്ലേ? എത്രയാ? 12:30 ആയില്ലേ? എവിടേക്കാ? ഏറ്റുമാനമ്പലം. എന്ത് കാണാൻ പോവാ? 7:30 പൊന്നാന കാണാൻ. ഞങ്ങൾ ഇന്ന് 7:30 പൊന്നാന കാണാനായിട്ട് രാത്രി 12:30 കഴിഞ്ഞപ്പോൾ പോവാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമുക്കൊരു പാർക്കിംഗ് സ്പേസ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായോ ചേട്ടാ? അങ്ങേ അറ്റം തൊട്ട് വണ്ടി നോക്കി വരുമായിരുന്നു. അപ്പം ഭാഗ്യത്തിൽ ഒരു ചേട്ടൻ വണ്ടിയായിട്ട് ഇറങ്ങിപ്പോയി. ആ സ്പേസിൽ നമ്മൾ വണ്ടി ഇട്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാ. നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? പ്രതീക്ഷിക്കുന്നോ? പാതിരാത്രിക്ക് കുറെ ആളുകള് എന്റെ മുന്നിൽ വന്നിരിക്കും. അവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു, ഇറങ്ങി പോരാനുണ്ട്. പക്ഷെ എവിടെ പോരുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയോ? ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടാ. നമ്മള് വരുന്ന പോലെ തന്നെയല്ലേ എല്ലാരും വരുന്നത്. നമ്മള് വന്ന ഈ സമയം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ. അല്ലെ നല്ല തിരക്കാണ്. കൊറേ പേര് ആദ്യമൊക്കെ വന്ന് നിന്നിട്ട് പോയി, തൊഴുതിട്ട് പോയി കാണാം. അങ്ങോട്ട് പോയ വെള്ളം കേട്ടോ. നമുക്ക് അവിടേക്ക് പോകണ്ട. നമ്മുടെ കൂടെയുള്ള കുട്ടപ്പിടിക്കട്ടോ. അവള് തന്നെ ഓർത്ത് ഇതായിട്ട് നിൽക്കുക. ഹലോ ഗായ്സ്, മുമ്പത്തിന് നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനൊന്നുമില്ല, പക്ഷെ നമ്മള് ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ ഓർത്ത് 1 മണിയായപ്പോഴത്തേനും തിരക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിക്കാണോന്ന് ഓർത്ത്. നേരത്തേക്ക് അങ്ങനെ ചെറുതായിട്ട് കുറയാറുണ്ട്. ഇപ്പോഴും തന്നെ അവിടെ നല്ല ക്യൂ ആണ്. ക്യൂവിനകത്ത് തന്നെ തല ഇറങ്ങിയൊക്കെ ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ട്. തലകറക്കത്തിന്റെ റാണിയായ നയന കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കയറാൻ പറ്റത്തില്ല. ഏത് സമയമാണ് തലകറക്കം. കൊച്ചിനെ നമുക്ക് അതിനകത്ത് ക്യൂവിനകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ മാറി നിൽക്കുകയാണ്. ഏകദേശം ഒന്ന് തിരക്ക് കുറയുമ്പോഴത്തേക്കും സൈക്കിൾ അടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു, ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഉത്സവങ്ങളാകുമ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ കഷ്ടപ്പെട്ടു ഇവിടെ വന്ന് നിൽക്കുകയാണ്. വഴിയിലൊക്കെ കാണുന്ന വണ്ടികളുടെ തിരക്ക് പോലെ തന്നെ അമ്പലത്തിനകത്ത് നല്ല തിരക്കാണ്. അപ്പം ലക്സി എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. ഉറക്കത്തിൽ നിന്നിട്ടുകൊണ്ടാണോ കണ്ടാ നീ ഇത്രയും ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നത്? ഒരു വികാരമില്ല, അല്ലേ? നിർവികാരായിരിക്കും, നിർവികാര. നമ്മുടെ 3-4 പ്രാവശ്യം രാത്രി എണീക്കുന്ന കൊച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വഴക്കൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. നട അടച്ചിട്ടിരിക്കുകയാണ്. പുറത്താണല്ലോ ഭഗവാനുള്ളതിപ്പോ. ഏതോ ഒരു കുഞ്ഞിന്റെ സ്വപ്നം തന്നെയാ കമ്പിയപ്പോ അങ്ങനെ ഡോറാ ബുജി അല്ലല്ലോ, പുതിയ ഐറ്റാണെന്ന് തോന്നുന്നു. അതെന്തോ കുരുവിയാണെന്ന് തോന്നുന്നു കേട്ടാ. ആസ്പെറ്റോസിനിടയിലെ കുരുവി.
ഏതൊരു വലിയ ആനമാമ വന്നിട്ടുണ്ടല്ലേ. ഉമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ആള് വേറെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, എங்கே പോണു? എവിടെ പോവാ? ക്യൂ ഇല്ലെന്ന് കരുതി കേറിയതാ, പക്ഷേ വലിയൊരു ക്യൂ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചിറങ്ങിയ പോവാ. ആനമ്മാമയൊക്കെ ഉള്ളപ്പോ സൂക്ഷിക്കുന്നു. കുഴപ്പമില്ലായിരിക്കും, നമുക്ക് ഇച്ചിരി അകലം വലിച്ചു നിൽക്കാം. ഒന്നല്ല, ഇവിടെ ഏറ്റുവാനമ്പലമൊക്കെ ആകുമ്പോ ഒരുപാട് ആനമ്മാമയുണ്ട്. ഒരെണ്ണത്തിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പോരാ. എല്ലാ ഏറ്റുമാനൂരൊക്കെ നമ്മൾ ഇരിക്കാനുള്ള സ്പേസ് ആണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നിന്ന് നിന്ന് മടുക്കുകയാണ്. മടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഏഴപ്പൊന്നാന കണ്ടിട്ടുണ്ടോ ഏട്ടാ? ഞാനോ? ഉണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ സംഭവം നടക്കാൻ പോന്നെ? ഇപ്പൊ അവിടെ ആസ്ഥാന മണ്ഡപത്തിലാണ് എഴുന്നള്ളത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇവിടെ ഇനി വലിയ വിളക്കുണ്ട്, വലിയ വിളക്ക്. ഇപ്പൊ നടക്കുന്ന വലിയ കാണിക്കാന്ന് പറഞ്ഞ പരിപാടിയാന്ന് തോന്നുന്നു അല്ലേ? ആസ്ഥാന മണ്ഡപത്തിൽ 7 പൊന്നാന എഴുന്നള്ളിപ്പും വലിയ കാണിക്കും നടക്കും. ഓ, ഒരാള് തലയൊക്കെ നിവർത്തി നിൽപ്പുണ്ടല്ലേ അവിടെ. ഫോട്ടോഷൂട്ടിന് റെഡി എന്ന പോലെ. ചേട്ടന്റെ കൈകൾ ധരിക്കുന്നുണ്ടോ? എന്റെ കൈ എന്തിനാ ധരിക്കുന്നത്? ആനയെ കാണുമ്പോ ഞാൻ ആനപ്രേമി അല്ലല്ലോ. ഫോട്ടോ എടുക്കാൻ നമുക്ക് ദൂരെ നിന്ന് കാണുക, ആനന്ദിക്കുക അല്ലാതെ. ഓ, അടുത്ത ആള് വരുന്നുണ്ട്. വരി വരിയായി ഒരുങ്ങാൻ വന്ന് നിൽക്കുമെന്ന് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ട് പോയാൽ നല്ല ഇടിയായിരിക്കും. ഇങ്ങോട്ട് ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് സ്നഗ്ഗി ഉണ്ട്, ആനയ്ക്ക് സ്നഗ്ഗി ഇല്ല. എന്താണ് വ്യത്യാസം? ഗുഗുവിന് സ്നഗ്ഗി ഉണ്ട്, ആനയ്ക്ക് സ്നഗ്ഗി ഇല്ല. അപ്പോൾ ആനയ്ക്ക് സ്നഗ്ഗി ഉണ്ടെങ്കിലോ? ഓ, ആരുടെ ഇവിടെ അപ്പിട്ടത്? നിന്നോട് ആര് വല്ലാതെ അപ്പിടാൻ? ഗുഗു രോഷം പ്രകടിപ്പിക്കുന്നു. ഗുഗുവിന്റെ രോഷം പ്രകടിപ്പിക്കുന്നു, രേഖപ്പെടുത്തുന്നു. അടുത്ത് പോകണ്ടോ? അന്നമ്മ 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 കന്തു അന്നമ്മ കന്തു 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 അന്നമ്മ കന്തു. അയ്യോ, കാണിച്ചേ. ആയിക്കോട്ടെ. കൊമ്പ് കണ്ടോ? ചെത്തി മേങ്ങിയിട്ടാണോ? അവർ ഒരുങ്ങാൻ വന്ന് നിൽക്കുകയാണ് കൂട്ടുകാരി. നെറ്റിപ്പട്ടം. അതെ അതെ, നെഞ്ചാമരം, നെറ്റിപ്പട്ടം. ബസ്സാരുടെ സീറ്റ് കിട്ടിയ കൊച്ചിനാണ് ഇതിന് കാണാൻ. അതെ, ബസ്സായിരുന്നെങ്കിൽ സീറ്റ് കിട്ടിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് സീറ്റ് പറയാൻ പറ്റില്ല, കാരണം അതേപോലെ ആൾക്കാരാകണ്ടോ. എല്ലാവരും എഴുന്നള്ളിപ്പ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളും ആ കൂടെ തന്നെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞ് ലൈവായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ബഹളമൊന്നുമില്ല. ബ്രോഡ്കാസ്റ്റ് അതെ, അവള് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉൾക്കൊണ്ടാക്കാണ് നമ്മൾ തീരും. ഉൾക്കൊണ്ടാക്കിയല്ലോ, ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ പിന്നെ ഉൾക്കൊണ്ടാക്കിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇരിക്കരുതെന്നേ ഉള്ളൂ, നിന്നോണ്ടിരുന്ന എത്ര ആണെന്നുള്ളത്. അഭ്യാസ പ്രകടനങ്ങളുടെ കലവറ അഴിച്ചുകൊണ്ട് പാപ്പാൻ ആനയുടെ മുഖത്തേക്ക് കയറിയിരിക്കില്ല. അത് നിഷർ മറ്റേ മരത്തെ കടന്നാലേ ഇത് എടുക്കട്ടെ കേട്ടോ. കാണേണ്ട കാഴ്ചയായിരുന്നു ഗൈസ്. അതെ അതെ, രണ്ടാന വെച്ചോട്ടോ ഒരുങ്ങാൻ വന്നത്. ആ ഒരു ക്ലിപ്പ് നമുക്ക് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ കാണിക്കായിരുന്നു.
രണ്ടാന വെച്ച് ഒരുങ്ങാനായിരിക്കും അല്ലേ, തിരക്ക് നിയന്ത്രിക്കാനായിരിക്കും. ഇത്രയും ആൾക്കാരില്ലേ, അയ്യോ എന്തൊരാൾക്കാരായി ഇഷ്ടം. ആ കൊടുത്ത് നമ്മൾ എത്തിപ്പത്തെങ്കിൽ കന്തോതി. ഹായ് എന്തൊരു രസമാനയ്യ. ഇപ്പൊ വരും ടില്ലം പരപ്പര അമ്പടാ എന്തൊരു സുന്ദരനാന്ന് നോക്കി. അനുമാമയ്ക്ക് എങ്ങനെയൊക്കെയുണ്ട്? ഒരു വാലുണ്ട്, രണ്ട് കൊമ്പുണ്ട്, 4 കാലുണ്ട്, ഒരു വലിയ തുമ്പികളുടെ ഒരു വരവാണ് ഗൈസ്. അതെ അതെ, ആന വരവെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കാട്ടിലാണോ നാട്ടിലാണോ നിൽക്കുന്നത്? കൂട്ടമായിട്ട് അവർ ഓടി വരികയാണ്, നടന്നു വരികയാണ്. എല്ലാരും നല്ല സുന്ദര കുട്ടപ്പന്മാരല്ലേടാ. ആ അനമ്മാമ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടമ്മോ. 1 2 3 4 5. ഹായ് അമ്മമാരെ എല്ലാരും എവിടെയാണോ പാർക്ക് ചെയ്യണേ? അതിനകത്തൊരു ഉണ്ണിക്കണ്ണം വരുന്നുണ്ട്. അവര് ഉണ്ണിക്കണ്ണം വരുന്നുണ്ട്. അവനൊരു ചെറിയ കുഞ്ഞപ്പനാ. ഞങ്ങളങ്ങനെ പുറത്തോട്ട് പോവാണ്. നമുക്കിനി സന്തോഷമായി തിരികെ പോവാലേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ വലിയ വീഡിയോ ആയിരുന്നു. ഭയങ്കര സന്തോഷം. ബൈ ബൈ. ഞങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ ബൈ.